ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും ക്യാപ്ഷനും ഒക്കെ കണ്ട പോലെ തന്നെ ബോട്ടണി പ്രാക്ടിക്കൽ ലാബിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മോഡൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാമിന് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ മിസ് തന്നിട്ടുള്ള ഒരു പ്രിന്റ് ഉണ്ട് കേട്ടോ കയ്യിൽ. അപ്പോൾ ഇതിൽ ഉള്ള കാര്യങ്ങളാണ് എക്സാമിന് ഉണ്ടാവുക എന്നാണ് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഡൈക്കോട്ട് സ്റ്റെമ്മ്, മോണോക്കോട്ട് റൂട്ട്, ഇതിൻ്റെ ഒക്കെ ലാബിൾഡ് ഡയഗ്രാം, അതുപോലെ തന്നെ റീസൺ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ, ആ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഡൈക്കോട്ട് സ്റ്റെം ഉണ്ട്, അതുപോലെ തന്നെ മോണോക്കോട്ട് സ്റ്റെം ഉണ്ട്, മോണോക്കോട്ട് റൂട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും ലാബിൾഡ് ഡയഗ്രാം തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത് നോക്കി പഠിക്കാം. ഇത് എല്ലാ സ്കൂളിലും ഇങ്ങനെ തന്നെയാണ് തോന്നുന്നു, ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടാവുക. ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ എന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റെമ്മാണ് നമ്മൾ തെളിയിക്കണം. വാസ്കുലർ ബണ്ടിൽസ് ആർ കൺജോയിൻഡ് ഐലമീസ് എൻഡാർച്ച്, കോളൻഗേമ സെൽസ് ആർ ഫൗണ്ട് ഇൻ കോർട്ടക്സ്, ഹെൻസ് ഇറ്റ് ഈസ് എ സ്റ്റെം. പിന്നെ നമുക്ക് അത് ഡൈക്കോട്ട് സ്റ്റെമ്മാണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ വാസ്കുലർ ബണ്ടിൽസ് ആർ ലിമിറ്റഡ് ഇൻ നമ്പർ, വാസ്കുലർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ബ്രോക്കൺ റിംഗ് മാസ്റ്റർ, വാസ്കുലർ ബണ്ടിൽസ് ആർ ഓപ്പൺ, ഹെൻസ് ഇറ്റ്സ് കോൾഡ് ഡൈക്കോട്ട് സ്റ്റെമ്മ്. ഇതൊക്കെ നമുക്കൊരു ഇത് തരും, റൂട്ട് തരും, ആ റൂട്ടോ അല്ലെങ്കിൽ സ്റ്റെമ്മോ തരും. അതിൻ്റെ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നോക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളും. അത് നോക്കി കിട്ടുമ്പോൾ നമുക്ക് ഇതിൽ ഏതാണോ കിട്ടുന്നത് അതാവും അത് സംഭവം. അപ്പോൾ ഇത് നമുക്ക് ഇതൊക്കെ ഒന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ ഇത് ഏകദേശം ഇതുപോലെ തന്നെയാവും നമുക്ക് ആ മറ്റേ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ കിട്ടും ചെയ്യുക. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ്. ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാന്ന്. ഞങ്ങൾക്ക് ഇതൊക്കെ ആദ്യം ഞങ്ങളോട് ഇത് എക്സാമിൻ്റെ മുന്നേ തന്നെ പഠിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ലാബ് ഓൾറെഡി ക്ലാസ് എടുക്കുമ്പോൾ ചെയ്യുമല്ലോ, അങ്ങനെയും കണ്ടിട്ടൊരു പരിചയം ഉള്ളതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇനി അവരുടെ സ്കൂളിൽ എടുക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഞാൻ ഈ PDF നോക്കിയിട്ടാണ് ഈ ലാബിൽ ഡയഗ്രാമും കാര്യങ്ങളൊക്കെ പഠിക്കില്ല. പിന്നെ അടുത്തത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്നത് മൈക്രോസ്പോറിക് സ്ലൈഡ്സ് ആണ്. മൈക്രോസ്പോറിക് ആയിട്ടുള്ള സ്ലൈഡ്സ് ഇതും നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ ഓസിലേറ്റോറിയാണ്, ഫിലമെൻറ്റ്സ് വിത്തിൻ എസ്ട്രീഡിയം ബിലോങ്സ് ടു ഗ്രൂപ്പ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഈ ഒരു പ്രിൻ്റാണ് ഞാൻ പഠിച്ചു പോയത്. അതിൽ ഓസിലേറ്റോറിയനെ കുറിച്ച് പറയുന്നത് സ്പൈറോഗീറ, റൈസോപ്പസ്, സർഗാസം, ഫ്യൂനേറിയ, ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ പൈനസ് മെയിൽ കോണ്, പൈനസ് ഫീമെയിൽ കോണ്, അതിൻ്റെയൊക്കെ പിക്ചറും തന്നെ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ C വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫ്സ് ആണ്. നമ്മുടെ ബയോ റിയാക്ടർ, BT കോട്ടൺ ക്ലോണിംഗ് വെക്ടറും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ പറയുന്നത്. പിന്നെ D പറയുന്നത് മൈറ്റോസിസ് ആണ്. മൈറ്റോസിസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഒന്നാമത്തത് മെറ്റാഫേസ്, ആനാഫേസ്, ഇത് രണ്ടുമാണ് മെയിനായിട്ട് ചോദിക്കുക. അപ്പോൾ അത് രണ്ടിൻ്റെയും ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഫിസിയോളജിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഫിസിയോളജിക്കൽ എക്സ്പെരിമെൻറ്റ്സ് സ്റ്റഡി ഓഫ് പ്ലാന്റ് പിഗ്മെൻറ്റ് ബൈ പേപ്പർ ക്രോമാറ്റോഗ്രഫി, അതുപോലെ തന്നെ ഹൈഡ്രൽ എക്സ്പെരിമെൻറ്റ്, ഫെർമെൻറ്റേഷൻ ഓഫ് ഈസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോള്, സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റൊമാറ്റ ഓൺ ലീവ്സ്. ഈ 4 ഫിസിയോളജിക്കൽ എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും അതിൻ്റെ എന്താണ് എയിം കാര്യങ്ങളൊക്കെ ആയിട്ടോ പറയുന്നത്, എയിമും കാര്യങ്ങളൊക്കെ. ഇതും നമുക്ക് വരച്ചു കൊടുക്കാൻ ഉണ്ടാവുക. ഒന്ന് ഫസ്റ്റത്തേണ്, ഐ മീൻ ഡൈക്കോട്ട്, ഈ ഒരു സംഭവം. പിന്നെ വരച്ചു കൊടുക്കാൻ ഉണ്ടാവുക ഈ എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഫിഗർ വരച്ചു കൊടുക്കാൻ ഉണ്ടാവും. അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ ഓഫ് ആന്തർ, അങ്ങനെ അതൊക്കെ വരച്ചു കൊടുക്കാൻ ഉണ്ടാവും. പിന്നെ ഉള്ളത് നമ്മളോട് പറയുന്നത് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഉണ്ടല്ലോ, ഫ്ലവേഴ്സിൻ്റെ കാര്യങ്ങളാണ്. അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എക്യോളജിക്കൽ ഇൻട്രാക്ഷൻസ് വരലുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് PDF തന്നതുകൊണ്ട് തന്നെ അത് പഠിച്ചു പോവുക. നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തിട്ടുണ്ടാവും, പ്രാക്ടിക്കൽ ലാബിനെ കുറിച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. പിന്നെ ഉള്ളത് 6ാമത്തത് ഇതാണ്, ആന്തറാണ്. ആന്തറും നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡയഗ്രാം വരച്ച് ലാബിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ. പിന്നെയുള്ള സ്കോർ വെച്ച് കഴിഞ്ഞാൽ 5 ക്വസ്റ്റിന് മാർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലാബിനും പ്രാക്ടിക്കൽ ഡയറിക്കും റെക്കോർഡിനും മാർക്ക് ഉണ്ടാവും. ബോട്ടണിയെ കുറിച്ച് അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ എനിക്ക് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാര്യങ്ങൾ അറിയില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഫസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.